മഹാഭാരത കഥയുടെ അവസാനം നമുക്ക് കേൾക്കാം. മഹാഭാരത യുദ്ധം അവസാനിച്ച് ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തോടെ പാണ്ഡവർ ദുഃഖത്തിലായി. അവർ രാജ്യം പരീക്ഷിത്തിനെ ഏൽപ്പിച്ച് പാഞ്ചാലിയും കൂട്ടി വൽക്കങ്ങൾ ധരിച്ച് നഗ്നപാതരായി അവർ യാത്ര പുറപ്പെട്ടു. കൂടെ ഒരു നായയും ഉണ്ടായിരുന്നു. അർജുനൻ സർവ്വവിജയങ്ങൾക്കും സാക്ഷ്യം വഹിച്ച വില്ലും ആവനാഴിയിൽ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. വരുണനിൽ നിന്നും ലഭിച്ചതായിരുന്നു അത്. അവർ ഹിമാലയവും കടന്ന് യാത്ര മുന്നേറിയപ്പോൾ ധർമ്മപുത്രൻ നായയോട് മടങ്ങിപ്പോകുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ നായ അത് ചെവിക്കൊണ്ടില്ല. അവൻ പാണ്ഡവരെ പിന്തുടർന്നു. പാഞ്ചാലിയായിരുന്നു ഏറ്റവും പിന്നിൽ ഉണ്ടായിരുന്നത്. അവൾ തളർന്ന് നിലം പതിച്ചു. അതു കണ്ട് ഭീമസേനൻ യുധിഷ്ഠിരനോട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആരാഞ്ഞു. അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ അപ്പോഴും നടക്കുകയായിരുന്നു. മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും ആവില്ല. ജനിച്ചാൽ മരണവും ഉറപ്പാണ്. പാഞ്ചാലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് അർജുനനെ ആയിരുന്നു. അത് ഒരിക്കലും അരുതാത്തതായിരുന്നു. ആ പക്ഷാഭേദമാണ് അവൾ ആദ്യം മരിക്കുവാൻ ഇടയായത്. ജഡം ഒരു നോക്ക് കാണുവാൻ പോലും സമയമെടുക്കാതെ എല്ലാവരും മുന്നോട്ട് നടന്നു. നായയും പിന്നാലെ തന്നെയുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ സഹദേവൻ മരിച്ചു വീണു. ഭീമസേനൻ ജ്യേഷ്ഠനെ വിളിച്ച് അനുജൻ മരിച്ച വിവരം അറിയിച്ചു. അവൻ ജ്ഞാനിയും ശാസ്ത്രപണ്ഡിതനുമാണ്. ആ അഹങ്കാരമാണ് അവൻ്റെ പതനത്തിന് കാരണം. യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കിയില്ല. മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ യാത്ര തുടർന്നു. കുറച്ചു ദൂരം കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭീമസേനൻ്റെ വിളി ഉയർന്നു. നകുലനും മരിച്ചു വീണിരിക്കുന്നു. ജ്യേഷ്ഠനോട് കാരണം ആരാഞ്ഞു. സുന്ദരനാണെന്ന പാപമാണ് അവനെ വീഴ്ത്തിയത്. കാമദേവനെപ്പോലും പരാജയപ്പെടുത്തുന്നവനാണെന്ന് അവൻ അഹങ്കരിച്ചു.